So dear students, next ലോഗരിതത്തിലെ ഒരു പ്രോബ്ലം ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. So if x square plus y square equal to 6xy, prove that 2 log x plus y is equal to log x plus log y plus 3 log 2. അപ്പോൾ ഇതാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3 log 2, ഓക്കെ, അതുപോലെ തന്നെ ലോഗ് 2 log x പ്ലസ് വൈ. അപ്പൊ ഇങ്ങനെയുള്ള കാണുമ്പോൾ നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ പിന്നെ പവർ ആയിട്ടാണ് വരുന്നത് വാല്യൂസ്. അപ്പൊ ആ ഒരു ലോജിക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ആദ്യം എഴുതാം. So x square plus y square equal to 6xy. നമുക്കത് എഴുതാം. x square plus y square equal to 6xy. അപ്പം നമുക്ക് എന്താണ് 2xy-നെ നമുക്ക് എന്താണ് രണ്ട് സൈഡിലും നമുക്ക് 2xy-നെ നമുക്ക് ആഡ് ചെയ്യാം. ബിക്കോസ് അങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് വാല്യൂവിന് വലിയ ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പം 2xy രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ 2xy ആഡ് ചെയ്യണം. സോ x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അപ്പം അങ്ങനെ കിട്ടും ഈസ് ഈക്വൽ ടു 6xy പ്ലസ് 2xy. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy, ഇത് ഏത് ഫോർമാറ്റിലാണുള്ളത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലെ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിലാണ് ഉള്ളത്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ എയുടെ സ്ഥാനത്തും ബിയുടെ സ്ഥാനത്തും ഇവിടെയുള്ളത് എക്സും വൈയും ആണ്. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഈ 6xy-യും 2xy-യും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 8xy. സോ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8xy എന്ന് കിട്ടും. ഇനി ഈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അതിന്റെ ലോഗരിതം എടുക്കുക, അതുപോലെ തന്നെ 8xy-ന്റെയും ലോഗരിതം എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ എഴുതാം: ലോഗരിതം ഓഫ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ലോഗരിതം ഓഫ് 8xy. അപ്പൊ ഇവിടെ നമുക്ക് ഇത് പവർ ആണ്. നമ്മൾ ഓൾറെഡി പവർ റൂള് പ്രകാരം എന്താണ്? പവർ റൂള് പ്രകാരം പവർ കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ ഈ പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് വൈ. സോ 2 log x പ്ലസ് വൈ ഈക്വൽ ടു, അപ്പൊ ലോഗ് 8xy എന്നുള്ളത് ഏത് രൂപത്തിലാണുള്ളത്? ലോഗ് mn എന്നുള്ള രൂപത്തിലാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റൂളാണ് ഇപ്പൊ അപ്ലൈ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് റൂള് പ്രകാരം എന്താണ് പറയുന്നത്? ലോഗ് mn എന്ന് പറഞ്ഞാല് ലോഗ് m പ്ലസ് ലോഗ് n. അപ്പൊ ഇവിടെ ഉള്ളത് ലോഗ് 8 പ്ലസ് രണ്ടാമത്തെ ടേം എക്സ് ആണ്. സോ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ. സോ ലോഗ് 8 പ്ലസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? 2 log x plus y ഈക്വൽ ടു log 8 പ്ലസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 8-നെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു സ്റ്റെപ്പില് നമ്മൾ 8-നെ നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്? 3 log 2 എന്നാണ് വേണ്ടത്. 3 log 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് ഓൾറെഡി കിട്ടി, log x പ്ലസ് ലോഗ് വൈ എന്നുള്ളത് കിട്ടി. അതുപോലെ തന്നെ 2 log x പ്ലസ് വൈ എന്നുള്ളതും കിട്ടി. ഇനി നമുക്ക് 3 log 2 എന്നാണ് വേണ്ടത്. അപ്പൊ നമ്മൾ 3 എന്നുള്ളത് എന്തായിരിക്കും? പവർ ആയിരിക്കും അല്ലെ? 3 എന്ന് പറയുന്നത് ഹോൾ റേസ് ടു 3 എന്നുള്ളത് ഇതായിരിക്കും. അപ്പൊ 2 ക്യൂബിന്റെ ആണ് ഈ 3 log 2 എന്ന് പറയുന്നത് അല്ലെ? അത് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം എഴുതാൻ. അപ്പൊ നമ്മൾ ഈ 8-നെ എന്തായിട്ട് മാറ്റണം? 2 ക്യൂബ് ആയിട്ട് മാറ്റണം. അപ്പൊ 2 ക്യൂബ് ഈക്വൽ ടു 8. അപ്പൊ എന്ത് വരും? ലോഗ് 2 ക്യൂബ്. 8-ന് പകരം നമ്മൾ 2 ക്യൂബ് കൊടുത്തു എന്നേ ഉള്ളൂ. 2-നെ 3 പ്രാവശ്യം, ശ്രദ്ധിക്കുക, 2-നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതാണ് 8. അപ്പൊ ലോഗ് 2 ക്യൂബ് പ്ലസ് എന്താണ് നേരത്തെ പോലെ തന്നെ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ. ഇതും അതേപോലെ തന്നെ നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ്
2 log x plus y equal to log 2 cube plus log x plus log y. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ 2 log x plus y equal to 3 എന്ന് പറയുന്ന പവർ റൂൾ അപ്ലൈ ചെയ്യും. 3 മുന്നിൽ വരും, 3 log 2. ഓക്കെ, ഈ log 2നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 log 2 പ്ലസ് log x പ്ലസ് log y. അപ്പൊ നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2 log x plus y equal to log x plus log y plus 3 log 2 ആണ്. അപ്പൊ നമ്മളത് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുമ്പോൾ 2 log x plus y equal to 2 log x plus y equal to log x plus log y plus 3 log 2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ എക്സാമ്പിളിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 2xy ആഡ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതാനാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അപ്പോൾ അവിടെ നമ്മൾ ഈ രണ്ട് ഭാഗത്തും നമ്മൾ എന്താണ്, രണ്ട് ഭാഗത്തും നമ്മൾ 2xyനെ കൊണ്ട് നമ്മൾ പ്ലസ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ലോജിക്ക് നിങ്ങൾ പിന്നെ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. 3 log 2 എന്നെല്ലാം പറയുമ്പം ഈ മുന്നിൽ വരുന്നത് എന്താണ്? ഈ ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ പവർ ആയിരിക്കും. ദാറ്റ് ഈസ് ഹോൾ റേസ് ടു 3 എന്നുള്ള രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് ഈ 2 അതിൻ്റെ ക്യൂബാണ് ഈ 3 എന്ന് പറയുന്നത്. ഓക്കെ, 2 ക്യൂബ് എന്ന് പറയുന്നതാണ് ഈ മുന്നിലുള്ള ഈ പവർ ആണ് ഈ 3 എന്ന് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു.